ഹലോ. പള്ളിയിൽ പോയിട്ട് വന്നതാ. ഭയങ്കര ദാഹമൊന്നും പറയാനൊക്കത്തില്ല. ചൂട് പരവേശം. എന്തെങ്കിലും ഒന്ന് കുടിക്കണമെന്നൊരാഗ്രഹം. വായോ, വാ, എൻ്റെ കൂടെ വാ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി ഒന്ന് കുടിച്ചൊന്ന് ദേഹം തണുപ്പിക്കാൻ നോക്കാം. വാ. ഞാനൊരു 3 ക്യാരറ്റ് കഴുകിയെടുത്തു. ഒരുമാതിരി വീടിതിൽ അത് ആ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തു. ചെറുതാക്കിയിട്ട് മിക്സിക്കകത്തോട്ടിട്ടു. മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനെ ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വന്നു. ഒന്ന് അരിച്ചെടുക്കുക. അരിച്ച് അതിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് ഒരു 3 പഴം എടുത്തു. 3 ക്യാരറ്റ്, 3 പഴം, സാധാരണ പഴം. അതിനെ കൂടെ മിക്സിക്കകത്തിട്ടു. എന്നിട്ട് ക്യാരറ്റിൻ്റെ അരിച്ചെടുത്ത ജ്യൂസ് അതിനകത്തോട്ടിട്ടു. ഒരു ശകലം പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടു. ഞാനിപ്പോൾ ഞങ്ങൾ 4 പേർക്കുള്ളതുകൊണ്ട് 4 സ്പൂൺ പഞ്ചസാര ഇട്ടു. കുറച്ച് തണുത്ത പാൽ, സാധാരണ പാൽ, കാച്ചിപ്പാൽ, അതും കൂടെ ഒഴിച്ചു. അത് നമുക്ക് എത്രയും വേണോ അതനുസരിച്ച് ഒഴിക്കുക. എത്രയും ജ്യൂസ് വേണോ അതനുസരിച്ച് മിക്സി വെച്ച് ഒന്നുകൂടെ അടിച്ച് നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇച്ചിരി കൂടെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം. ഇപ്പം നല്ല തണുത്ത ജ്യൂസ് റെഡിയായി. ഞാൻ കുറച്ച് ചിയാ സീഡ് വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ദേഹവും തണുപ്പിക്കാൻ അതും കൂടെ ഒഴിച്ചു. ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം. നല്ല ക്യാരറ്റ് വിത്ത് ബനാന ജ്യൂസ് റെഡി. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു. ഞങ്ങൾക്ക് 4 പേർക്ക് 4 ഗ്ലാസ് വേണം. അതുകൊണ്ട് നല്ല ജ്യൂസ് റെഡിയായി. നമ്മുടെ ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കാൻ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.